നമസ്തേ. അഗസ്തി ഫിലിം പ്രൊഡക്ഷൻ്റെ മൂന്നാമത്തെ ഇൻ്റർവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്പെഷ്യൽ ഒരു ഗസ്റ്റ്. ആ ഗസ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറയാം. തൃപ്പൂണിത്തറ അമ്പലത്തിലെ തന്ത്രിയുടെ മകളാണ് പാർവണ. കലാപരമായിട്ട് എല്ലാ മേഖലകളിലും കൈവെക്കുന്ന ഒരാളാണ് പാർവണ. അപ്പോൾ പാർവണയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനുള്ളത്. പാർവണ, നമസ്തേ. എന്തുകൊണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. കലാപരമായിട്ട് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ്. പിന്നെ അച്ഛൻ തന്ത്രിയാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഈ ഒരു എന്താ പറയുന്നത് അഗസ്ത്യ കുടുംബത്തിൽ ഒരു മൂന്നാമത്തെ ഇൻ്റർവ്യൂ കിട്ടിയതിൽ അതീവ സന്തോഷമാണ്. കലാപരമായിട്ട് ഇപ്പം എത്രല്ല പഠിക്കുന്നത്? ഞാൻ 9ലേക്ക് പോകുന്നു. 9ലേക്കാ. അപ്പൊ ഈ കലാപരമായിട്ടുള്ള കഴിവുകളൊക്കെ എപ്പം തൊട്ടാണ് തുടങ്ങിയത്? പണ്ടേ മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡാൻസ് പണ്ടേ മുതൽ തുടങ്ങിയിട്ട്. പണ്ടേ മുതലേ ഇപ്പം അങ്ങനെ പോകുന്നു. അല്ല, നമുക്ക് ചിലപ്പം എന്താ പറയുന്നത് ഈ ചെറുപ്രായത്തിലെ നമുക്ക് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമുക്ക് പാട്ടിനോടും അല്ലെങ്കിൽ ഡാൻസിനോടും ഇതൊക്കെ ഒരു ഇഷ്ടം കാണുമല്ലോ. അപ്പൊ ആ ഒരു എന്താണ് പറയുന്നത് അത് നമുക്ക് എപ്പത്തൊട്ടാ പാർവണിക്ക് മനസ്സിലാക്കി തുടങ്ങിയത്? പഠിക്കാൻ പോകണം, അതോ അച്ഛനാണോ അമ്മയാണോ ഇതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? രണ്ടുപേരും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ. എത്രാം ക്ലാസ് തൊട്ട് അപ്പം ഇത് ഞാൻ പണ്ട് സ്റ്റാർട്ട് ചെയ്തത്? നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്സിൽ. അത് എനിക്ക് തോന്നുന്നത് ഒരു 2ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാൻസ് ക്ലാസ്. പിന്നെ കുറെ ഗ്യാപ്പ് വന്നു. പിന്നെ വീണ്ടും ഞാൻ റീജോയിൻ ചെയ്തു. ആണോ? അപ്പം ഈ മലയാളം പാട്ടുകളോട് താല്പര്യം ഈ നമ്മൾ ടി വിയിലൊക്കെ ഡാൻസ് കണ്ടിട്ട് അങ്ങനെയാണോ കൂടുതൽ താല്പര്യമായി തുടങ്ങിയത്? അതെ. ആണ്. അത് ഏത് വല്ല ഓർമ്മയുണ്ടോ അങ്ങനെ? ഏത് പാട്ടാണെന്നോ അല്ലെങ്കിൽ ഏത് സിനിമകളും അങ്ങനെ കാണുമോ? ഏകദേശം കാണാറുണ്ട്. കാണും. ആരെയാ കൂടുതൽ ഇഷ്ടം ഫിലിം സ്റ്റാർസുകളിൽ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മോഹൻലാൽ. നൃത്തത്തിലാണെങ്കിൽ നടിയെ മഞ്ജു വാര്യർ. അപ്പൊ ആ ഒരു ബേസ് തൊട്ടാണോ ഇങ്ങോട്ടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത്? അതെ. അപ്പം ഡാൻസ് എന്താണ് പഠിക്കുന്ന എവിടെ? ഞാൻ RLV സുനില സതീഷ്. ആണല്ലേ? അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. അപ്പം ഇത് വീട്ടിലപ്പം ഡെയിലി പ്രാക്ടീസ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ നൃത്തത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഫസ്റ്റ് നമ്മള് പഠിക്കുന്ന സമയത്ത് എന്താ ഗുരുദക്ഷിണ അങ്ങനെ കൊടുത്ത്? അതെ, ഗുരുദക്ഷിണ കൊടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റ് ചുവട് ടീച്ചർ കാണിച്ചു തരും, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അമ്മയപ്പം ഇതിന് ഭയങ്കരമായ സപ്പോർട്ടാണോ? അതെ. അമ്മയ്ക്കും ഈ കലാപരമായിട്ടുള്ള കഴിവ് അങ്ങനെ? അമ്മ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പിന്നെ പോവാൻ പറ്റിയില്ല. അപ്പൊ അത് എന്നെ കൊണ്ട് സാധിക്കാം. മോളെ കൊണ്ട് സാധിക്കാം. അതെയാണ്. അതെ, അച്ഛൻ കഥകളി കളിക്കും. പഠിച്ചിട്ടുണ്ടായിരുന്നു, അരങ്ങേറ്റം കഴിഞ്ഞു. കഥകളി കളിക്കും, പിന്നെ പാട്ട് പാടും. അങ്ങനെ സ്കൂൾ ഫെസ്റ്റിനൊക്കെ നന്നായിട്ട് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കഥകളി മാത്രമല്ല, ഡാൻസോ കഥകളി പിന്നെ വേറെ എന്തെങ്കിലും? അങ്ങനെ പാട്ട് ഷോർട്ട് ഫിലിമുകളൊക്കെ ഒരുപാട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഈ ഷോർട്ട് ഫിലിം ആക്ടിങ്ങിന് അഭിനയിക്കാൻ ഏറ്റവും കൂടുതൽ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ അതിലേക്ക് നീങ്ങിയതാണോ? അതെ, എനിക്ക് കുട്ടിക്കാലം മുതൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ടിക്ടോക്ക് ഉള്ള സമയത്ത് 24 മണിക്കൂർ അതിലായിരുന്നു. അതിന് മുന്നേ ഈ കണ്ണാടിയില് ഇങ്ങനെ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഇടയ്ക്ക്. അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മളൊക്കെ ഈ ചില സിനിമകളുടെ ചില പോർഷൻസ് ഒക്കെ കണ്ടിട്ട് കണ്ണാടിയിൽ നോക്കി പ്രാക്ടീസ് ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ അതുപോലെ ആകാൻ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ചിലപ്പോ. ഷോർട്ട് ഫിലിമിലേക്ക് ഫസ്റ്റ് ഷോർട്ട് ഫിലിം അപ്പം ഏതായിരുന്നു? പള്ളത്തി എന്ന് പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ തന്നെ ഷോർട്ട് ഫിലിം ആണ്. പക്ഷെ എന്നാലും നമ്മൾ ചോദിക്കണമല്ലോ. അല്ല, ആ ഒരു ഇതിലേക്ക് എത്തപ്പെട്ടത് എങ്ങനെയായിരുന്നു? അത് അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ വഴിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ? നന്നായിരുന്നു, നല്ല ആംബിയൻസ് എല്ലാം അടിപൊളി. പള്ളത്തിലപ്പം സീനുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തിട്ട്? നല്ല ഒരു കുട്ടിയായിട്ടായിരുന്നു അഭിനയിച്ചത്. അതില് ഫ്രണ്ട്സ് പിള്ളേരെ കൂടെ കളിക്കായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ടോട്ടലി ഒരു ഷോർട്ട് ഫിലിമിന്റെ ഇതൊക്കെ? നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നീട് ഈ ഷോർട്ട് ഫിലിമുകൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങള് ഉണ്ടായിരുന്നു. ഓൾറെഡി ഈ നൃത്തം പഠിക്കുന്ന കുട്ടികള് അവർക്ക് ഈ അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൈസാണ്. അപ്പം എപ്പോഴാണെങ്കിലും ഇപ്പൊ ടിക്ടോക്കിന് പകരം ഇൻസ്റ്റാഗ്രാം. അപ്പൊ അതിനകത്ത് ഒരുപാട് ഇപ്പം വൈറൽ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടോ? ചെയ്യാറുണ്ട്. ഈ പള്ളത്തി കഴിഞ്ഞപ്പോഴത്തേന് വേറെ ഏതാ
പിന്നെ മാനത്തെ നക്ഷത്രം മാനത്തെ നക്ഷത്രം. ആ ഒരു ഇതും നന്നായിരുന്നു. നന്നായിരുന്നു. എന്തായാലും അതിന് 2 അവാർഡും ഉണ്ട്. അത് ഈ പ്രേക്ഷകർക്ക് അറിയത്തില്ല, പള്ളത്തിക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏറ്റവും വലിയൊരു ഭയങ്കരമായ ഒരു കാര്യമാണ് നമുക്ക്. എന്ന് വെച്ചാൽ ഇദ്ദേഹം നമ്മുടെ കൂടെ തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. ഈ ഇപ്പം ഈ നൃത്തം ചെയ്യുന്നു എന്ന് പറഞ്ഞു, ഈ നൃത്തത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ആദ്യത്തെ ചുവടുകൾ അങ്ങനെ ഇതായിട്ട് വല്ലതും ഉണ്ടോ? ആദ്യം അടവാണ് പഠിപ്പിക്കുക, അതിനുശേഷം ഈ അടവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് തട്ടടവ്, അങ്ങനെ ഓരോ നാട്ടടവ്, അങ്ങനെ കുറെ അടവിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അവസാനം അരങ്ങേറ്റൊക്കെ ആവുന്നതിന്റെ മുന്നേ ഐറ്റങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഓരോ പാട്ടില് പുഷ്പാഞ്ജലി, അലാരിപ്പ് എന്ന് പറഞ്ഞ കുറെ ഐറ്റങ്ങൾ പഠിപ്പിക്കും. പിന്നെ ഈ മുദ്രകൾ അങ്ങനെ വല്ലതും അത് ഫസ്റ്റ് പഠിപ്പിക്കും, അതിനുശേഷമാണ് അടവുകൾ സ്റ്റാർട്ട് പഠിപ്പിക്കുന്നു. അല്ല, എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. നൃത്തം എല്ലാരും പറയും നൃത്തം ഇഷ്ടമാണ്, ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ. അപ്പം എത്ര വർഷം കൊണ്ടാണ് ഇത് പഠിച്ചെടുക്കുന്നു? ഞാൻ ഒരു 5-6 വർഷമായിട്ട്. അപ്പം ഈ അടവുകൾ കഴിയുമ്പോഴത്തേന് ഇത് വീട്ടിൽ വന്ന് ഇത് പ്രാക്ടീസ് അങ്ങനെ ചെയ്യുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്യാറുണ്ട്. ഇതിപ്പം ഈ എല്ലാ പഠിപ്പുകളും ഒരിക്കലും തീരത്തില്ല. അപ്പൊ ഈ 5 വർഷം കൊണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് തന്നെ മാറിയോ? ഏകദേശം അത്ര പ്രൊഫഷണൽ ഒന്നും അല്ല, എന്നാലും ചെറുതായിട്ട് കളിക്കും നന്നായി. പക്ഷെ ഈ നൃത്തത്തിന്റെ ഒരു അരങ്ങേറ്റം ഞാൻ ഷൂട്ട് ചെയ്ത സമയത്ത് പോലും ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് അരങ്ങേറ്റം ഗുരുവായൂർ അമ്പലത്തില്. ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതി വലിയൊരു അനുഗ്രഹം. അത് ആർക്കും കിട്ടിയിട്ടില്ല. അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് ടീച്ചർ തന്നെയാ പറഞ്ഞേ, ഗുരുവായൂര് നമുക്ക് അരങ്ങേറ്റം ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് 2 ഐറ്റം പഠിച്ചത്, അലാരിപ്പും പുഷ്പാഞ്ജലിയും. അങ്ങനെ അരങ്ങേറ്റം ചെയ്തത്. അല്ല, ഗുരുവായൂരത്തെ കുറിച്ച് ഗുരുവായൂർ അമ്പലനടയില് അല്ലെങ്കിൽ ഗുരുവായൂര് ആ സ്റ്റേജിൽ ചെയ്യുക, അല്ലെ ഗുരുവായൂരപ്പന്റെ നടയിൽ അത് ചെയ്യാന്ന് പറയുമ്പം എന്താ തോന്നിയത്? സന്തോഷം വെച്ചാൽ ഒരാഗ്രഹമായിരുന്നു അവിടെ ചെയ്യണം. ഈ പണ്ട് ടിവിയിൽ ഇങ്ങനെ ആൾക്കാർ കളിക്കുന്നത് ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റും ആൾക്കാർ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് അതിനെക്കുറിച്ച് അത്ര ഓർമ്മയൊന്നും അറിയില്ലായിരുന്നു ഒന്നും. ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലായി തുടങ്ങിയത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത്? മനസ്സിനകത്ത് ഒരു ഫീലാണ്. എന്നാലും വളരെ സന്തോഷം. പിന്നെ ചെയ്യാൻ പറ്റിയല്ലോ, ഇവിടം വരെ എത്താൻ പറ്റിയെന്നുള്ള. അപ്പൊ ഈ കലാപരമായിട്ട് ഓൾറൗണ്ടർ ആണ് ടോട്ടലി. അതായത് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടോട്ടലി ഓൾറൗണ്ടർ ആണ്. കഥകളി ഉണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെന്താ പാട്ട്, വയലിൻ, യോഗ, കരാട്ടെ. ഇതിനൊക്കെ ഇത്രയും ടൈമുകൾ എത്രയും കിട്ടുന്നത്? ഓരോ ദിവസം അനുസരിച്ചിട്ടല്ല ഉള്ളത്. അപ്പൊ അങ്ങനെ ഓരോ ദിവസം ഇപ്പൊ ശനിയാഴ്ച പാട്ടാണെങ്കിൽ ഞായറാഴ്ച ഡാൻസ് ആയിരിക്കും. അങ്ങനെ ഒരു ദിവസം തന്നെ 2-3 ഒക്കെ ഉണ്ടാവും. 2-3 അപ്പൊ ഓട്ടോമാറ്റിക്കലി ടയർഡ് ആകത്തില്ലേ? അങ്ങനെയൊന്നുമില്ല, നമ്മളെ പാഷന് വേണ്ടിട്ട് എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാ. അതെ, ബിക്കോസ് അമ്മയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അമ്മേന്റെ ആഗ്രഹമൊക്കെ അമ്മ എന്നെ കൊണ്ട് അത് സാധിപ്പിക്കുക. അപ്പോൾ എന്നെ ഇപ്പം ഡാൻസ് പഠിപ്പിക്കണമെങ്കിൽ എപ്പോഴും അമ്മയാണ് കൂടെ വരാറ്. വെച്ചാൽ അമ്മ എല്ലാത്തിനും എൻ്റെ കൂടെ, അമ്മയും അച്ഛനും എല്ലാവരും എൻ്റെ കൂടെ, എല്ലാ എടുത്തു പോകുമ്പോഴും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അവരാണ് എന്നെ ഇപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഈ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞല്ലോ, അമ്മ ഇതുപോലെ പഠിക്കാൻ പറ്റി, പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അത് മകളിലൂടെയാണ് സാധിക്കുന്നത്. അപ്പൊ അമ്മ ഡാൻസ് മാത്രമാണ് പഠിച്ചത്? അല്ല, അമ്മ നല്ലോണം പടം വരയ്ക്കും. അമ്മ കഥകളി പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ ആ സമയത്ത് അങ്ങനെ ആയിരിക്കും, ഒരു വയസ്സ് കഴിഞ്ഞാൽ വിടൂലോ. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തത് ഇപ്പം എന്നെ കൊണ്ട് അത് പഠിപ്പിച്ച് അത് അരങ്ങേറിച്ചു. അങ്ങനെ ഇപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് പോകുന്നത്. മറ്റുള്ള അമ്മമാര് കുട്ടികളിൽ അവർ പഠിത്തം മാത്രമായിരിക്കും ഉള്ളത്, പക്ഷെ ഈ അമ്മ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഈ അമ്മയുടെയും അച്ഛന്റെയും മകളായിട്ട് ജനിച്ചതിൽ അഭിമാനിക്കാവുന്നതല്ലേ ഉള്ളൂ, അല്ലെ? ഈ ജന്മത്തിൽ തന്നെ. അതെ അല്ലേ? വളരെ സന്തോഷിച്ച. ഇവര് ഇല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഡാൻസ് ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ അവരുള്ളതുകൊണ്ടാണ് എനിക്കിപ്പോ ഡാൻസ് ആയാലും പാട്ടായാലും എല്ലാ ആക്ടിവിറ്റിയും പഠിക്കാൻ പറ്റുന്നത്. എന്തിനും സപ്പോർട്ടാണോ അച്ഛനും അമ്മയും? അതെ, ടോട്ടലി എല്ലാ കാര്യത്തിനും. ഇപ്പൊ ഞാൻ മടിച്ചെന്നാലും അവര് വന്ന് പറയും ചെയ്യണം. എന്നിട്ട് എന്റെ മടി മാറ്റിക്കളയും. അങ്ങനെയാണ്. എനിക്ക് മടി ഉണ്ടെങ്കിൽ തന്നെ അമ്മ വന്ന് പറയും എന്തായാലും ചെയ്യണം, നിനക്ക് ചെയ്യാൻ പറ്റും. ആ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്.
ഈ എന്താണ് പറയുന്നത്, കലാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, അച്ഛനെ കുറിച്ച് ഒന്ന് പറയാമോ? അച്ഛൻ ഏറ്റവും വലിയൊരു തന്ത്രിയാണ് അമ്പലത്തിന്റെ. അദ്ദേഹത്തിന് കിട്ടിയത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമാണ്, അത് വേറൊരു കാര്യം. അപ്പം അച്ഛനെ കുറിച്ച് ഒന്ന് പറയാമോ? അച്ഛൻ പുലിയനൂര് മനയിലാണ് ജനിച്ചച്ഛൻ. പൂർണ്ണത്രേശന്റെ അമ്പലത്തിലെ തന്ത്രിയാണ്. പൂർണ്ണത്രേശ്, ചോറ്റാനിക്കര, ഭഗവതി ക്ഷേത്രം, അങ്ങനെ കുറെ അമ്പലങ്ങളിലാണ് അച്ഛൻ കഥകളി പഠിച്ചിട്ടുണ്ട്. അച്ഛനിലൂടെയാണ് ഞാൻ കഥകളി പഠിക്കണം എന്നുള്ള ആഗ്രഹം ഫസ്റ്റ് വന്നത്. അപ്പൊ അച്ഛനോട് ഇത് പറഞ്ഞിട്ടില്ല, അച്ഛൻ എനിക്ക് കഥകളി പഠിക്കാൻ ഒരു ആഗ്രഹമുണ്ട്? അല്ല, അമ്മ ആയിരുന്നു അച്ഛനോട് ഫസ്റ്റ് പറഞ്ഞേ കഥകളി പഠിക്കുക. പക്ഷെ അന്ന് കുട്ടിയായിരുന്നല്ലോ. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കൊറോണ ബ്രേക്ക് വന്നു 2 കൊല്ലം. അതിനുശേഷം വീണ്ടും കൊറോണ കഴിഞ്ഞ് 1 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് അരങ്ങേറ്റം ചെയ്തു. അപ്പോൾ അത് അച്ഛനും കാരണമാണ് അത് വീണ്ടും പോവാൻ പറ്റി. വീണ്ടും ടീച്ചറെ അടുത്ത് പോയി വീണ്ടും പഠിക്കാൻ പറ്റി. അതുപോലെ തൃപ്പൂണിത്തുറ അമ്പലത്തിലും അരങ്ങേറ്റം ഉണ്ടായിരുന്നു. കഥകളിയുടെ അരങ്ങേറ്റമായിരുന്നല്ലേ? അന്നും ഞാൻ തന്നെ ആയിരുന്നു ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഒരു വലിയൊരു ഭാഗ്യം. അതായത് ഗുരുവായൂരും ഇവിടെ അത് തന്നെ. എന്താ പറയുക, പിന്നെ ഈ കഥകളിയിലാണെങ്കിലും ഈ കഥകളിയും നൃത്തവും ഇത് ഏകദേശം കണക്റ്റഡ് ആണോ? അല്ല, ഓരോ വ്യത്യാസമുണ്ട്. വെച്ചാൽ കഥകളി വേറെ മോഡലാണ് കേരള സ്റ്റൈല്. ഭരതനാട്യം എന്ന് പറയുന്നത് ഒരു തമിഴ് സ്റ്റൈലാണ്. തമിഴ്നാട്ടിലാണല്ലോ അത് ഭരതനാട്യം ഉണ്ടായിരുന്നത്. അപ്പോ അത് ഒരു വ്യത്യാസമുണ്ട്, നല്ലോണം ഉണ്ട്. അത് ഈ അഭിനയത്തില് ഈ 2 ചേരുവകളും കൂടെ ചേർക്കും. അഭിനയം ഏകദേശം എല്ലാം ഒരേപോലെയാണ്. ഈ നവരസമൊക്കെ സെയിം ആണ് രണ്ടെണ്ണത്തിൽ. അതായത് നൃത്തത്തിന്റെയും കഥകളിയുടെയും. പക്ഷെ ഓരോ ഇപ്പം കഥകളിന്ന് വെച്ചാൽ ഓരോ വേർഡ് ഇങ്ങനെ കാണിക്കുമ്പോ അതിനോരോ കഥകളിയില് ഡാൻസ് ഇപ്പം ഇങ്ങനെ ഇപ്പൊ ആ പാട്ടനുസരിച്ചോ അല്ലെങ്കിൽ എന്താ കളിക്കുന്ന അതനുസരിച്ചിട്ടാ ചെയ്യുക. അതിപ്പം കഥകളിയിലാണെങ്കിൽ ഓരോ മുദ്രയ്ക്ക് ചിലപ്പോ ഓരോ ഭാവങ്ങളുണ്ടാവും ചിലപ്പോ. അങ്ങനെ അതപ്പം ഈ മുദ്ര കൈയുടെ ഇതിനനുസരിച്ച് എക്സ്പ്രഷൻ മാറുമോ? മാറും ചിലപ്പോ. ഡാൻസിനും അതേപോലെ തന്നെ. അതെ. അപ്പൊ ഏകദേശം ഒക്കെ ഒരു കണക്ഷൻ ഉണ്ടാവും. അതിൽ നിന്നാണോ ഈ അഭിനയത്തിലോട്ടൊരു പാറ്റേൺ മാറിയതും? അതെ അതെ അതെ. ഡാൻസ് കൂടിയാണല്ലോ ഓരോ ഭാവങ്ങളും ഒക്കെ കിട്ടി. സ്കൂളിലൊക്കെ ഇതൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ടീച്ചർമാരൊക്കെ എന്തൊക്കെയാ പറയാറുള്ളത്? ഭയങ്കര സപ്പോർട്ടാണ്. ഒരിക്കലും അൺസപ്പോർട്ടഡ് ആയിട്ടല്ല. അല്ല. അവിടുത്തെ ഒരു ഓമന കുട്ടിയാണോ? അങ്ങനെയെന്ന് പറഞ്ഞ ആയിരിക്കും, എനിക്ക് അറിയില്ല. അവരൊക്കെയല്ലേ ഓരോ പ്രൈസ് ഒക്കെ കിട്ടി കഴിയുമ്പം അവരുടെ അഭിനന്ദനങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? എല്ലാ ടീച്ചർമാരും വന്ന് കൺഗ്രാജുലേഷൻ പറയും. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കഥകളിയുടെയോ എന്തെങ്കിലും മുദ്രയോ കാണിക്കാൻ പറ്റുമോ? സഖേ വിജയ, അത് സന്താനഗോപാലം എന്നുള്ള കഥയിലെ ഫസ്റ്റ് ഭാഗമാണ്. ശ്രീമൻ സഖേ വിജയ, അത് സന്താനഗോപാലം എന്ന് പറഞ്ഞ കഥയിലെ ഫസ്റ്റ് ഭാഗം. കൃഷ്ണൻ. ശ്രീമൻ സഖേ വിജയ, ഇത് സന്താനഗോപാലം എന്ന കഥകളിയിലെ സന്താനഗോപാലം കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു രംഗമാണ്. കല്യാണ സൗന്ദര്യം എന്ന കഥയിലെ സൗര്യഗുണം എന്ന ഭാഗമുണ്ട്. അതില് ധർമ്മപുത്രന്റെ ഒരു രംഗം. കല്യാണ സൗഗന്ധികം എന്ന കഥയിലെ ശൗര്യഗുണം, അതിൽ ധർമ്മപുത്രന്റെ കഥ. സഹജ സംഗീതനെ ശ്രമിച്ച ധർമ്മപുത്രൻ ഭീമനോട് പറയാണ്. കഥകളിയുടെ കുറെ സാധനങ്ങളൊക്കെ അത് ഭയങ്കര നന്നായിരുന്നു കേട്ടോ. താങ്ക്സ്. പിന്നെ ഈ കഥകളിയുടെ ഗുരു ആരപ്പോ? അഡ്വക്കേറ്റ് രഞ്ജിനി സുരേഷ്. ഞാൻ അമ്മയെന്ന് വിളിക്കുക, അതുകൊണ്ടാണ് പേര് പറഞ്ഞത്. അഡ്വക്കേറ്റ് രഞ്ജിനി സുരേഷ്. ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടോ? അതെ. ഫുൾ
പെൺകുട്ടികളാണ് അവിടെ. ആണ്. അപ്പൊ ഞങ്ങള് എല്ലാ ഇയറും ആനിവേഴ്സറി വെക്കും. അപ്പൊ അങ്ങനെ ലാസ്റ്റ് കാണിച്ചത് കഴിഞ്ഞ ആനിവേഴ്സറിയിൽ ഞാൻ കളിച്ച വേഷമായിരുന്നു. അങ്ങനെ അത് ഓരോ ഈ ഒരാൾ തന്നെ ഡാൻസിന്റെയും കഥകളുടെ ഒരാളാണോ? അല്ല അല്ല ഞാൻ ഡാൻസ് പണ്ട് പഠിച്ചായിരുന്നു. വേറെ ടീച്ചറെ ശാലിനി എന്ന് പറഞ്ഞ ടീച്ചർ എടുത്തായിരുന്നു. അത് RLV കോളേജിലെ മോഹിനിയാട്ടത്തിലെ HOD. അപ്പൊ ഞാന് പണ്ട് അവിടെയാണ്. തൃശ്ശൂരോ? അല്ലല്ല, ഇവിടെ തന്നെയാണ് പൂർണ്ണത്ര. അപ്പൊ ഫസ്റ്റ് അവിടെയാണ് ആ ടീച്ചർ അടുത്താണ് ഫസ്റ്റ് പഠിച്ചത്. പിന്നെയാണ് RLV സുരേഷ് മാമിന്റെ അടുത്തേക്കാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക? അതെ. എനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ ഇത് 3 എനിക്ക് നാഷണൽ ലെവലിൽ കിട്ടിയ ഇതാണ്. പിന്നെ കുറെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഇത് അങ്ങനെ ഇതെന്ന് പറഞ്ഞ ഒരു ഫൗണ്ടേഷന്റെ കുറെ ശലഭമേള കഥകളിയുടെ ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. കലാപരമായിട്ടുള്ള കാര്യമല്ലാതെ ഇനി ലക്ഷ്യം എന്താ? ലക്ഷ്യം ഇപ്പം 9ാം ക്ലാസ് അല്ലേ, അപ്പൊ പഠിക്കണം. പിന്നെ എന്നാലും ഇത് വിടില്ല, എന്നാലും സൈഡിൽ കൂടി ഒരു ആകാനാണ് ആഗ്രഹം. എനിക്ക് ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ, ഒന്ന് പറ്റിയില്ലെങ്കിൽ ഒന്ന്, അങ്ങനെ 2 ഓപ്ഷൻ വെച്ചിരിക്കും. ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ എഞ്ചിനീയർ ആവും, എഞ്ചിനീയർ ആവാൻ പറ്റില്ലെങ്കിൽ ഡോക്ടർ ആവും, അങ്ങനെ. അപ്പം എന്തായാലും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ, ഈ ഒരു അഭിനേത്രിയായിട്ട് തന്നെ മാറട്ടെ. എന്തായാലും ഇത്ര ഒരുപാട് എന്താണ് പറയുക, നൃത്തവും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ലൊരു ഓൾറൗണ്ട് പെർഫോമർ ആകട്ടെ, തന്നെ നന്നാകട്ടെ. അപ്പം എന്തായാലും ഇന്നത്തെ വിശിഷ്ടാതിഥിയുടെ വിശേഷങ്ങൾ നമ്മൾ നന്നായിട്ട് കേട്ടു പങ്കുവച്ചു. അപ്പം എല്ലാത്തിനും നന്ദി അറിയിക്കുന്നു. യെസ്, ഓക്കെ, താങ്ക് യു.